നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. കരൂരിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 40ആയി. ചികിത്സയിലുള്ള 111 പേരിൽ 10 പേരുടെ നില അതീവ ഗുരുതരം. ദുരന്തത്തിന് പിന്നാലെ ചെന്നൈയിലെ വീട്ടിലേക്ക് ഒളിച്ചോടിയ വിജയ്ക്കെതിരെ വ്യാപക വിമർശനം. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി ഉടൻ പരിഗണിക്കും. വിജയുടെ റാലികൾക്ക് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് ഇന്നലെ റാലിയിൽ പങ്കെടുത്ത കരൂർ സ്വദേശിയാണ് ഹർജി നൽകിയത്. ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക പീഠം കണ്ടെത്തി. സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ദേവസ്വം വിജിലൻസ് പീഠം കണ്ടെത്തിയത്. പീഠം കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉണ്ണികൃഷ്ണൻ നേരത്തെ പരാതി നൽകിയിരുന്നു. സർവകലാശാല ഭേദഗതി ബിൽ ഉടൻ നിയമസഭയിൽ. സിൻഡിക്കേറ്റിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് ബില്ല്. ഭൂരിപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അഭ്യർത്ഥിച്ചാൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നതടക്കം ഭേദഗതി. രാജ്ഭവൻ പുറത്തിറക്കിയ ത്രൈമാസികയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാഗസിനായ രാജഹംസയിലെ ആർട്ടിക്കിൾ 200മായി ബന്ധപ്പെട്ട ലേഖനത്തിലാണ് വിമർശനം. അഭിപ്രായങ്ങൾ ലേഖകന്റേതാണ്, വിരുദ്ധാഭിപ്രായങ്ങൾ അംഗീകരിക്കുന്നത് സർക്കാർ ആണിതെന്നും മുഖ്യമന്ത്രി. NSSുമായി അകൽച്ചയില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ നേരിൽ കാണും. സുകുമാരൻ നായർക്ക് CPMനോട് അനുഭാവമുള്ളതായി തോന്നുന്നില്ലെന്നും അടൂർ പ്രകാശ്. അയ്യപ്പ സംഗമ വിവാദത്തിൽ NSS നേതൃത്വത്തിനെതിരെ വീണ്ടും ബാനറുകൾ. ആലപ്പുഴയിലും കൊല്ലത്തുമാണ് ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത്. അമൃതാനന്ദമയിയെ ആദരിച്ച വിവാദത്തിൽ ചർച്ചയുടെ ആവശ്യമില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. വിഷയം അടഞ്ഞ അധ്യായമാണ്. എല്ലാ കാര്യങ്ങളും നേരത്തെ വിശദീകരിച്ചതാണെന്നും മന്ത്രി സജി ചെറിയാൻ. പാലക്കാട് വടക്കഞ്ചേരിയിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന യുവതിയെ ഇടിച്ചു വീഴ്ത്തി പീഡിപ്പിക്കാൻ ശ്രമം. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അതിക്രമം. പ്രതി പട്ടിക്കാട് പൂവൻചിറ സ്വദേശി വിഷ്ണു പോലീസ് പിടിയിൽ. ഇന്നലെ രാത്രിയാണ് പീഡന ശ്രമം. ലഡാക്കിലെ ജനതയെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും BJPയും RSSും ആക്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭീഷണിപ്പെടുത്തൽ നിർത്തണമെന്നും ലഡാക്കിനെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നും രാഹുൽ ഗാന്ധി. കോയമ്പത്തൂർ ടൗൺ ഹാളിൽ വ്യാപാര മേഖലയിൽ വൻ തീപിടുത്തം. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ തീപടർന്നു. 10ലധികം അഗ്നിരക്ഷാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി. ബറേലി സംഘർഷം പ്രത്യേക സംഘം അന്വേഷിക്കും. 8 അംഗ അന്വേഷണ സംഘത്തെ നിയമിച്ച കേന്ദ്രം. ഇതുവരെ അറസ്റ്റ് ചെയ്തത് 39 പേര്. 10 FIRകളും രജിസ്റ്റർ ചെയ്തു. വംശഹത്യക്കെതിരെ ആഗോള സമ്മർദ്ദം കണക്കുമ്പോഴും ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ. ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് 91 പേർ. ഏഷ്യാകപ്പിൽ ഇന്ത്യ-പാക് കലാശപ്പോര്. 9ാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ. നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ പാകിസ്ഥാനും. മത്സരം രാത്രി 8 മണിക്ക്.